ബാർ കോഴക്കേസിൽ പാർട്ടി നിലപാടെടുക്കാൻ വൈകിയിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കെ.എം. മാണി രാജിവെക്കും വരെ സമരം തുടരും. ധനകാര്യ വകുപ്പ് അഴിമതിയുടെ കൂമ്പാരമായി മാറിയെന്നും പിണറായി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന സിപിഐഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ചയ്ക്ക് ശേഷം മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു പിണറായി. കെ.എം. മാണി LDF-ൽ എത്തുമെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളും വലതുപക്ഷവുമാണെന്ന് പിണറായി കുറ്റപ്പെടുത്തി. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ട് മാണിക്കെതിരെ നിലപാടെടുക്കാൻ പാർട്ടി വൈകിയിട്ടില്ല. മാണി രാജിവെക്കും വരെ സമരം തുടരും. പാർട്ടി ഏറ്റെടുത്ത സമരങ്ങൾ വിജയം തന്നെയാണ്. സോളാർ സമരം പരാജയപ്പെട്ടുവെന്നത് ദൃശ്യമാധ്യമങ്ങളുടെ നിരാശയിൽ നിന്നുണ്ടായ പ്രചാരണമാണ്. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി പിന്നീട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചുവെന്നും പിണറായി പറഞ്ഞു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ VS-ന്റേത് പിണറായിയുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നത് ശരിയാണ്. കൊല്ലത്തെ പരാജയത്തിന് ശേഷം ആദ്യം MA ബേബി വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത്. പിന്നീട് പാർട്ടി ഇടപെട്ട് ഇത് തിരുത്തിക്കുകയായിരുന്നു. പരിസ്ഥിതി വിഷയങ്ങളിൽ യാഥാസ്ഥിക സമീപനം പുലർത്താൻ പാർട്ടിക്കാവില്ല. നക്സൽ വിഭാഗക്കാരായ പരിസ്ഥിതിവാദികൾ സമരങ്ങളുമായി സജീവമാകുന്നുണ്ട്. ഇവരെ കൂടെ കൂട്ടാനാകില്ലെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്തെ നിൽപ്പ് സമരം വലിയ സമരമെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളും നിൽക്കാൻ വന്ന പ്രമുഖരുമാണ്. ഇവർക്ക് മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ നിലപാടുകൾ മറുപടി അർഹിക്കാത്തതാണെന്നും പിണറായി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും പ്രതിനിധികൾ ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഇന്ന് പുതിയ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെയും തിരഞ്ഞെടുപ്പിന് ശേഷം പൊതുസമ്മേളനത്തോടെയാകും ജില്ലാ സമ്മേളനം സമാപിക്കുക. ജില്ലാ സെക്രട്ടറിയായി AC മൊയ്തീൻ തുടരാനാണ് സാധ്യത. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറാമാൻ ഷഹീർ ഗുരുവാരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.